ഏത് നല്ല കാര്യത്തെയും എതിർക്കാൻ ചിലർ ഉണ്ടാകുമെന്നും ചെറിയ വിഭാഗം ആൾക്കാർ നാടിന്റെ നന്മയ്ക്കെതിരെ രംഗത്തുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവതല സ്പർശിയും നീതിയുക്തമായ വികസനമാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശ്രീകാര്യത്തെ വികസനത്തിന്റെ നാഴികക്കല്ലായി മാറുന്ന ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഏത് നല്ല കാര്യത്തെയും എതിർക്കാൻ ചിലർ ചിലപ്പോൾ ഉണ്ടായേക്കാമെന്നത് ഇവിടെ അനുഭവമെടുത്താൽ ചില ചെറിയ വിഭാഗങ്ങൾ അവരുടെ പേരും മറ്റും എൻ്റെ നാക്കൻ തുമ്പിൽ വരുന്നുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ പറയുന്നില്ല. അത്തരം ചില ചെറിയ വിഭാഗങ്ങൾ നാട്ടിൽ ഏതൊരു നന്മയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ വരുമ്പോഴും അതിനെതിർക്കാൻ മുൻപന്തിയിലുണ്ടാവും. അത് കണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടിൽ ഇവർ മാത്രമല്ലല്ലോ, എതിർക്കുന്നവർ മാത്രമല്ലല്ലോ, മഹാഭൂരിഭാഗം അനുകൂലിക്കുന്നവരാണല്ലോ. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഉദ്ദേശിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ കഴിയും. കിഫ്ബി അനുവദിച്ച 177.52 കോടി രൂപ വിനിയോഗിച്ചാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം. ചടങ്ങിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, PA മുഹമ്മദ് റിയാസ്, V ശിവൻകുട്ടി, GR അനിൽ, കടകംപള്ളി സുരേന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഭൂവിനിയോഗത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാറ്റലൈറ്റ് മാപ്പിംഗ്, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവര വിശകലനം ഈ മേഖലയിൽ വലിയ ചലനമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെങ്ങധിഷ്ഠിത ഭൂവിനിയോഗവും മാറുന്ന കാലാവസ്ഥയും എന്ന വിഷയത്തിൽ ഭൂവിനിയോഗ ബോർഡ് സംഘടിപ്പിച്ച സെമിനാറും സുവനീർ പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രി GR അനിൽ അധ്യക്ഷനായി. സജലം വെബ്സൈറ്റും അദ്ദേഹം പ്രകാശനം ചെയ്തു. MLA മാരായ IB സതീഷ്, ആന്റണി രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് കുമാർ, മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് MC ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭൂവിനിയോഗ കമ്മീഷണർ യാസ്മിൻ L റഷീദ് സ്വാഗതവും ജോയിന്റ് ഡയറക്ടർ ടീന ഭാസ്കരൻ നന്ദിയും പറഞ്ഞു.